ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് മറ്റേ വയനാട് വ്ളോഗിൻ്റെ അടുത്ത പാർട്ടായിട്ടാണ്. ഇത് ബാണാസുര സാഗർ ഡാമിൻ്റെ മറ്റ് കാഴ്ചകളിലാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പത്തെ പാർട്ടി കാണിച്ചത് ഡാമിൻ്റെ വേറെ കാര്യങ്ങളായിരുന്നു, ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഇത് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് അവിടുത്തെ ആക്ടിവിറ്റിയും അതുമായി റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു സിപ്പ് ലൈനാണ്. ഇത് ബാണാസുര സാഗറിലല്ല കേട്ടോ, കുർബാദയിൽ സിപ്പ് ലൈനാണ് കേട്ടോ. ഈ സിപ്പ് ലൈനും അത്യാവശ്യം ഭംഗിയുള്ള സിപ്പ് ലൈനാണ്. താഴെ കുറച്ച് കൃഷിയിടവും അതിൻ്റെ മുകളിൽ കൂടിയാണ് സിപ്പ് ലൈൻ പോകുന്നത്. ആ കാഴ്ചകൾ കണ്ടു നോക്കാം. ഇനി നമുക്ക് ബാണാസുര സാഗറിൻ്റെ മറ്റ് ആക്ടിവിറ്റി ഏരിയയിലൊക്കെ പോവാം. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കുറേ ഊഞ്ഞാലാടുന്ന സ്പേസൊക്കെ ഉണ്ട്. ഒരു പൈൻ വയൽ സെറ്റപ്പൊക്കെ പോലെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല. ഒരു അത്യാവശ്യം ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഈവനിങ് സ്ഥലത്ത് ഒരു കളിച്ചുല്ലസിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. ഈ ഡാമിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു നഴ്സറി കാണാൻ പറ്റും. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ആളുകൾ ഇവിടെ നിന്നും കുറേ കിട്ടാത്ത ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത് കാണാം. പിന്നെ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസിലുള്ള ഒരു സ്പേസാണിത്. ബോട്ടിങ്, പാൻഡ്ലൂം, അങ്ങനെ പലവിധ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കയാക്കിങ്, അതാണിത്. ഇവിടെ താഴത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഇത് കാണുന്നത്. വൈകുന്നേരം 5 മണി വരെയൊക്കെ ഉള്ളൂ ഈ ആക്ടിവിറ്റീസൊക്കെ. ഇപ്പോഴും അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അത് ചില ആക്ടിവിറ്റീസ് എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ഇവിടെ പിന്നെ ഒരു വിർച്വൽ റിയാലിറ്റി പോലൊരു ഒരു സംഭവം കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഇവിടെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇതേപോലെ കുറച്ചധികം മറ്റേ പാർക്ക് പോലെയൊക്കെ ക്രമീകരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗാർഡൻ ഏരിയയൊക്കെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമുണ്ട്. പിന്നെ ഇവിടെ ഫിഷ് സ്പായൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതവിടുത്തെ ബഞ്ചി ജമ്പ്, അതേപോലത്തെ മറ്റ് ഗെയിംസ് നടക്കുന്ന ഒരു ഏരിയയിലായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്.
ഇവിടെ ഒരുപാട് മറ്റ് ഗെയിംസിൻ്റെയൊക്കെ ഇതുണ്ട്. റിമോട്ട് കൺട്രോൾ കാറ്, മറ്റ് പിള്ളേർക്കുള്ള മറ്റ് കളി ഉപകരണങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു സിപ്ലൈൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് സിപ്ലൈൻ കയറിയപ്പോൾ ഉള്ള കാഴ്ചയാണ്. മറ്റ് ഗെയിംസിൻ്റെ അവിടെ തന്നെ വീഗലാൻഡിലൊക്കെ കാണുന്ന പോലത്തെ മറ്റേ കാറിൻ്റെ അതും ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഡാമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ ഡാമിൻ്റെ പുറത്ത് ഭാഗത്തൊരു എക്സിബിഷൻ ഹാളുണ്ട്. കാണാൻ ഫ്രീ ആണെന്ന് പറഞ്ഞാണ് നമ്മളവരവിടെ ക്യാൻവാസ് ചെയ്തത്. ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട്. പിന്നെ അത്യാവശ്യം വയനാട്ടിൽ കിട്ടുന്നതും അതുമായിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റി സാധനങ്ങളും ഇവിടെ കാണാൻ സാധിച്ചായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കൊണ്ട് ഞങ്ങൾ പയ്യെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. രാത്രി റൂമിൽ അത്യാവശ്യം DJ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.